ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്താണാവോ ഈ വഴിക്കൊക്കെ? ഗിരിയേട്ടന്റെ വഴിക്ക് ഈ ജന്മത്ത് വരരുതെന്നാ എന്റെ ആഗ്രഹം. പക്ഷെ ഗിരിയേട്ടൻ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നോണ്ട് എനിക്ക് വരേണ്ടി വരിക. ഇപ്പൊ ഞാൻ എന്തു കുറ്റമാ ചെയ്തത്? ഗിരിയേട്ടൻ ഇപ്പൊ നേരിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, എല്ലാം പ്രീതി വഴിയിലേ സാധിച്ചെടുക്കുന്നേ. നീ എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താണെന്നൊന്ന് തെളിച്ചു പറയാമോ? ഗിരിയേട്ടന് ചേച്ചിയെ ഡിവോഴ്സ് ചെയ്യണോ? ചോദ്യം മനസ്സിലായില്ലേ? ചേച്ചിയെ ഡിവോഴ്സ് ചെയ്യണോന്ന്. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഡിവോഴ്സ് ചെയ്യേ? ഗിരിയേട്ടന് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചേച്ചിയോട് നേരിട്ട് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ചേച്ചി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ കൊതിച്ചു നിൽക്കുകയാണെന്നാണോ ഗിരിയേട്ടന്റെ വിചാരം? ഗിരിയേട്ടൻ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ക്ഷമിച്ച് ഗിരിയേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും ഓടി വരുന്ന ഒരു സ്ത്രീ ആ ചേച്ചിന്ന് കരുതിയോ? എങ്കിൽ ഗിരിയേട്ടന് തെറ്റി. ഡിവോഴ്സ് വേണോന്നൊരു വാക്ക് ഗിരിയേട്ടൻ പറഞ്ഞാ മതി, ചേച്ചി ഒപ്പിട്ട് മുഖത്തെറിഞ്ഞു തരും. അത്രേ ഉള്ളൂ ഗിരിയേട്ടന് ചേച്ചിയുടെ മനസ്സിലുള്ള സ്ഥാനം. അതുകൊണ്ട് ഡിവോഴ്സിന് വേണ്ടി ഇത്ര ചീപ്പായ വഴികളൊന്നും തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. മഹിമേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും മഞ്ജുവിനെ അമ്മൂനെ എന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കാൻ എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുക. മഞ്ജു എന്നോട് ക്ഷമിക്കാൻ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായി നിൽക്കുക. എന്നിട്ടാണോ പ്രീതിയെ കൊണ്ട് ഡിവോഴ്സിനെ പറ്റി സംസാരിപ്പിച്ചത്? അവൾ എന്താ ചെയ്തതെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഗിരിയേട്ടന് ഒന്നും അറിയില്ലല്ലോ. പ്രീതിയുമായി ചേച്ചിയെ ചതിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ചെയ്താ ചേച്ചി നാട് വിട്ടു പോവെന്നറിയില്ല. ഇപ്പൊ പ്രീതി ഗിരിയേട്ടന് വേണ്ടി ഡിവോഴ്സ് ചോദിച്ചതും അറിയില്ല. പ്രീതി അതിനെക്കുറിച്ച് സംസാരിച്ചത് ചേച്ചിയോടായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ക്ഷമിച്ചേനെ. പിന്നെ അവൾ അതിനെക്കുറിച്ച് സംസാരിച്ചത് അമ്മൂനോടാ. ആ പാവത്തിനോട് അമ്മ എന്തിനാ അച്ഛന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവക്ക് എന്തുമാത്രം വിഷമം തോന്നിക്കാണും. ഗിരിയേട്ടന്റെ സമ്മതമില്ലാതെ അവൾ അങ്ങനെ സംസാരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മൂനെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മഹിമേ. ഇതുപോലെ തന്നെ ചേച്ചിയെ വേദനിപ്പിക്കില്ലെന്ന് ഗിരിയേട്ടൻ എനിക്ക് വാക്ക് തന്നിരുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് ഞാൻ കണ്ടല്ലോ. മഹിമേ, ഗിരിയേട്ടന്റെ വാക്ക് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പ്രീതി പ്രതീക്ഷയോട് പറഞ്ഞതിനുള്ള ഉത്തരം ഞാൻ അപ്പൊ അവിടെ വെച്ച് അവളുടെ കാരണത്തെ കൊടുത്തിട്ടുണ്ട്. അവളെ കൊണ്ട് എല്ലാം പറയിപ്പിച്ച ഗിരിയേട്ടന് മുഖത്ത് നോക്കി തന്നെ ഉത്തരം നൽകിയില്ലെങ്കിൽ എനിക്ക് മനസമാധാനം കിട്ടില്ല. ഒരു തരത്തിൽ പ്രീതി അമ്മുവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞ നന്നായി. അവളുടെ അച്ഛൻ എത്രക്കാരനാണെന്ന് അവക്ക് നന്നായി മനസ്സിലായി കാണും. ഇനി അച്ഛനാണെന്ന് പറഞ്ഞോണ്ട് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കണ്ട. അവക്ക് ഗിരിയേട്ടന്റെ ദേഷ്യം കിട്ടിയിരിക്കുന്ന എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പ്രീതി, പ്രീതി, പ്രീതി. എന്താ ഗിരിയേട്ടാ? നീ പ്രതീക്ഷയോട് എന്താ പറഞ്ഞത്? ചോദിച്ചു കേട്ടില്ലേ? ഞങ്ങള് കുറെ കാര്യങ്ങൾ സംസാരിച്ചു.
ഗിരിയേട്ടനെ ഏതിനെ കുറിച്ചാ ചോദിക്കുന്നത്? പ്രീതി, നീ വെറുതെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കരുത്. നീ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾ നടത്താൻ മിടിക്കുകയാണെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മൂനെ നിന്റെ കളികളിൽ കരുവാക്കാൻ ശ്രമിക്കരുത്. ഞാനത് ഒരിക്കലും ക്ഷമിക്കില്ല. ഛേ, ഒരു ചെറിയ കുട്ടിയെ ഞാൻ എന്റെ ലക്ഷ്യങ്ങൾ നേടാനായി ഞാൻ ഉപയോഗിക്കുന്ന ഗിരിയേട്ടന് തോന്നുന്നുണ്ടോ? ഞാൻ അത്ര ചീപ്പാണെന്ന് ഗിരിയേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? നീ അത്ര മാന്യായിട്ടാണോ മഞ്ജുവിനെ പറ്റി അമ്മൂനോട് അനാവശ്യം പറഞ്ഞത്? ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ചില സത്യങ്ങൾ പറഞ്ഞു. അത് മഞ്ജുവിനും മഹിമയ്ക്കും അംഗീകരിക്കാൻ പറ്റാത്തോണ്ട് അവർക്കത് അനാവശ്യമായിട്ട് തോന്നിക്കാണും. മഞ്ജു എന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെന്നതാണോ നീ പറയുന്ന അനാവശ്യം? ഗിരിയേട്ടനും അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ സത്യം അതാണ്. മഞ്ജു ഗിരിയേട്ടന്റെ കൂടെ ഒരു ജീവിതം വേണ്ടാന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഡിവോഴ്സ് വാങ്ങി ഒഴിവായി പോകുന്നതിന് പകരം വെറുതെ ഗിരിയേട്ടന് പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കുന്നതിന് പകരം ഒരു തീരുമാനം പറയുന്നതല്ലേ ന്യായം? ഗിരിയേട്ടൻ ചെയ്ത തെറ്റ് പൊറുക്കാൻ പറ്റില്ലെങ്കിൽ അത് മഞ്ജു വ്യക്തമാക്കട്ടെ. എന്നിട്ട് അന്തസ്സായി ഡിവോഴ്സ് വാങ്ങിപ്പോട്ടെ. ഗിരിയേട്ടന് പുതിയൊരു ജീവിതം തുടങ്ങാമല്ലോ. എനിക്ക് പുതിയ ജീവിതം തുടങ്ങണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോന്ന്? ഇല്ല. പിന്നെന്തിനാ നീ അമ്മൂനോട് അങ്ങനെ പറഞ്ഞത്? മഞ്ജുവിന്റെ തീരുമാനം എന്താണെന്നറിയാൻ എനിക്ക് ഒരു ധൃതിയുമില്ല. ജീവിതകാലം മുഴുവൻ അവൾ എനിക്ക് ഒരു ഉത്തരവും തരാതെ മുന്നോട്ട് പോയാലും എനിക്കൊരു വിരോധവും ഇല്ല. ഞാൻ അവൾക്ക് വേണ്ടി അവസാന ശ്വാസം വരെ കാത്തിരിക്കും. ഗിരിയേട്ടൻ അങ്ങനെ കാത്തിരിക്കുന്നതിൽ പ്രശ്നമില്ലായിരിക്കും. പക്ഷെ പ്രതീക്ഷയുടെ കാര്യം അങ്ങനല്ലല്ലോ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ലാതെ അവള് വളരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചാണോ അതോ വേർപിരിഞ്ഞോന്ന് പോലും പറയാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നത് അവളോട് കാണിക്കുന്ന ക്രൂരതയാ. അമ്മൂന്റെ അവസ്ഥയെക്കുറിച്ച് ഇത്രയും ചിന്തയുള്ള ആളാണോ അവളുടെ അച്ഛന് അവളുടെ അമ്മ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? അത് കേട്ടപ്പോ അവൾ എന്തുമാത്രം വിഷമിച്ചു കാണും. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വിഷം ചീറ്റിയ നീയൊക്കെ ഒരു സ്ത്രീയാണോ? ഞാൻ അത്ര ദുഷ്ടയാണെങ്കിൽ ഗിരിയേട്ടൻ എന്നോട് എന്താ ചെയ്തതെന്ന് ഞാൻ അമ്മൂനോട് പറഞ്ഞേനെ. ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ പ്രതീക്ഷ ഗിരിയേട്ടന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. പ്രീതി, ഇല്ല ഗിരിയേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എനിക്ക് മനുഷ്യത്വമുണ്ട്. ഒരു മകളുടെ മുന്നിൽ അച്ഛന്റെ പ്രതിച്ഛായ തകർക്കരുതെന്നൊരു ചിന്ത എനിക്കുണ്ട്. നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുകയാണോ? നിനക്ക് പറയാനുള്ളതല്ല നീ ആരോട് വേണമെങ്കിലും പോയി പറ. എനിക്ക് നിന്നെ പേടിയില്ല. അമ്മൂന് എന്നെ ഇഷ്ടമല്ല. അവളത് പലപ്പോഴും തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനുമില്ല. ഇങ്ങനെ ഗിരിയേട്ടനെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി എന്തിനാ ജീവിതം പാഴാക്കുന്നത്? നിന്നോട് പലവട്ടം പറഞ്ഞിട്ട് നിന്റെ തലേ കയറുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? മഞ്ജുവിനോട് എനിക്കുള്ളത് ആത്മാർത്ഥമായ സ്നേഹമാണ്. അവൾ എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് വേണ്ടി നീ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട.